ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മളോട് ദൈവാത്മാവ് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19:1 കേൾക്കാം. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു ആരെന്ന് കാണുവാൻ ശ്രമിച്ചു. എന്നാൽ ഉയരം കുറവായതിനാൽ ജനക്കൂട്ടം നിമിത്തം അവന് കഴിഞ്ഞില്ല. അവനൊരു ചുങ്കക്കാരനാണ്, അവനൊരു പ്രമാണിയാണ്. ആ നാട്ടിൽ വേണ്ടപ്പെട്ടൊരു സമ്പാദ്യമുള്ളവനാണ് സക്കായി. സക്കായിയുടെ ജോലി എന്തെന്ന് പറഞ്ഞാൽ പണം കൊടുത്ത്, പലിശയ്ക്ക് പണം കൊടുത്ത് പണം ഉണ്ടാക്കുന്നവൻ, ഡബിൾ പലിശ വാങ്ങുന്നവനായിരുന്നു. ആ സമയത്ത് യേശുവിനെ കുറിച്ചൊരു ധ്വനി. എന്താണ് അവൻ കേട്ടത്? യേശു കുരുടന് കാഴ്ച കൊടുക്കുന്നു എന്നൊക്കെ അവൻ്റെ ചെവിയിൽ കിട്ടി. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു, യേശു ചെകിടൻ്റെ ചെവി തുറക്കുന്നു, ഊമയെ സംസാരിപ്പിക്കുന്നു, കുരുടന് കാഴ്ച കൊടുക്കുന്നു. ഇതൊക്കെ ഇവൻ കേട്ടു. അതിനു മുമ്പേ യേശു എരിഹോവിനടുത്തെത്തി. ഇത് പറയുന്നതിന് മുമ്പേ, സക്കായിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ, കുറച്ചു മുൻപേ അവിടെ നമുക്കൊന്ന് കാണാൻ പറ്റുന്നത് നമുക്ക് കേൾക്കാം. 19:35 കാണുന്നത്, യേശു എരിഹോവിനടുത്ത് എത്തിയപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്നത് കേട്ട് ഇതെന്ത് എന്നറിയുവാൻ അവൻ ചോദിച്ചു. ജനങ്ങളെല്ലാം ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്, എന്തൊരു ശബ്ദമാണ് കേൾക്കുന്നത്, ഇതെന്താണ് എന്ന് അവൻ ചോദിച്ചു. നസ്രായനായ യേശു ഇതുവഴി കടന്നു പോകുന്നു എന്ന് കുരുടനായ ബർത്തീമായോട് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു. ആ നിമിഷം ഈ ബർത്തീമായിക്കറിയാം യേശു അത്ഭുതം ചെയ്യുന്നവനാണ്, യേശു ദൈവപുത്രനാണ്. ഉടനെ ഇത് കേട്ട്, ചെവിയിൽ കേട്ട ഉടനെ ബർത്തീമായി വിളിക്കുന്നൊരു വിളിയുണ്ട് യേശുവിനെ. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നേണമേ എന്ന് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ യേശു അവിടെ നിന്നു. എരിഹോവിലേക്ക് യാത്ര ചെയ്യുന്ന എരിഹോവിന് അടുത്തെത്തിയപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്. കുരുടനായ ബർത്തീമായിക്ക് കാഴ്ച കൊടുത്തു. യേശു കർത്താവ്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചു. മുമ്പിൽ നടക്കുന്നവർ മിണ്ടാതിരിക്കുവാൻ അവനോട് പറഞ്ഞു. പക്ഷെ അവൻ യേശുവിൻ്റെ കൂടെ നടക്കുന്നവർ ബർത്തീമായോടൊന്നും മിണ്ടാതിരി, ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഈ ബർത്തീമായുടെ അകത്തുനിന്ന് വന്ന വിശ്വാസം അത്യുച്ചത്തിൽ വീണ്ടും നിലവിളിച്ചു. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചു. അവൻ്റെ നിലവിളിക്ക് മുമ്പിൽ യേശു കർത്താവ് അവനോട് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? അപ്പോൾ പറയാം, കാഴ്ച പ്രാപിക്കണം. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ബർത്തീമായിയോട് പറയുമ്പോൾ ബർത്തീമായി പറയാം, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ആ സമയത്ത് ഈ കർത്താവ് പറയാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ പറഞ്ഞ നിമിഷം അവന് കാഴ്ചയുണ്ടായി. ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്ന വിശ്വാസമാണ്. നീ എന്താണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥനയുടെ മേലെ നമ്മുടെ അരുമനാഥൻ മറുപടി തരും. നീ കരയുന്നൊരു മകളാണ്, ദിനംതോറും പ്രാർത്ഥിക്കുന്ന ഒരു മകളാണോ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരാതെ മറുപടി തമ്പുരാൻ തരും. ഇത് കേട്ടറിവാണ് ബർത്തീമായി. യേശുവിനെ കുറിച്ച് കേട്ടറിവ് മാത്രമാണ്. അതുകൊണ്ടാണ് യേശു ഇത്രയും അത്യുച്ചത്തിൽ നിലവിളിപ്പിച്ചപ്പോൾ യേശു കർത്താവ് നിന്നിട്ട് ആദ്യ ശിഷ്യന്മാരും കൂടെ ഇരുന്നവർ മിണ്ടാതിരി എന്ന് പറഞ്ഞു. അവൻ മിണ്ടാതിരുന്നില്ല. നമ്മളൊക്കെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയലേ, ഇതിനാണ് അത്യുച്ചത്തിൽ ഇങ്ങനെ നിലവിളിക്കുന്നത്, എന്തിനാണ് കരയുന്നത്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തുകൊണ്ട്? നമ്മുടെ അകത്തുള്ള വിശ്വാസം നമ്മുടെ മേലെ വർദ്ധിക്കുമ്പോൾ അടുത്ത് ആരിയ്ക്കുന്നു, ആരുണ്ട് എന്നൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മൾ ദൈവത്തെ നിലവിളിക്കും. കാര്യം, നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയത്തിന് ദൈവം മറുപടി തരുവാൻ നമ്മൾ നിലവിളിക്കുമ്പോൾ കർത്താവ് ചോദിക്കും നമ്മളോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഇവിടെ റബി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് പറഞ്ഞു. ശരി, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ കുരുടന് കാഴ്ച കൊടുത്തു. ഹല്ലേലൂയ. ഇതാര് കണ്ടു? സക്കായി കാണുന്നില്ലേ? എരിഹോവിലേക്ക്, ഇവിടുന്ന് സക്കായി എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ
യേശു എരിഹോവിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവിടെ ആരുടെ അകത്തൊരാഗ്രഹം വന്ന്? സക്കായിയുടെ അകത്തൊരാഗ്രഹം വന്ന് ഈ യേശുവിനെ എനിക്കും ഒന്ന് കാണണം. ഹല്ലേലൂയ. അവൻ ചുങ്കക്കാരനാണ്, അവൻ പ്രമാണിയാണ്. പക്ഷേ ഇതിനൊരു ഭർത്തിയമായിക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ യേശുവിനെ എനിക്കും ഒന്ന് കാണണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും തമ്പുരാൻ നടത്തി തരാൻ പോകേനെ. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ നിനക്ക് ദൈവം മറുപടി തരൂ. ഒരു ഭർത്തിയമായെ പോലെ നിന്റെ അകത്ത് വിശ്വാസം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈ യേശു ആരാണ്, ഈ യേശു എന്താണെന്ന് നിങ്ങളും ചിന്തിക്കാൻ ഇടവരുമ്പോൾ യേശു നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന്. ഹല്ലേലൂയ. ഇവിടെ അടുത്തത് സക്കായി പൈസയൊക്കെ പിരിപ്പിച്ച് പലിശയ്ക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ പൈസ വാങ്ങുന്ന ഇടയിലാണ് അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ എരിഹോവിൽ നിന്ന് ഈ അത്ഭുതം നടത്തിയിട്ട് യേശു കർത്താവ് ഈ അത്ഭുതം ചെയ്തിട്ട് നടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നുള്ള പേരുള്ള ഒരു മനുഷ്യൻ യേശു ആരെന്ന് കാണുവാൻ അവനും ആഗ്രഹിച്ചു. യേശുവിനെ കാണാൻ ആഗ്രഹിക്കണം, യേശുവിനെ കേൾക്കാൻ നീ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. യേശു ആരെന്ന് കാണുവാൻ ആഗ്രഹിച്ചു, ശ്രമിച്ചു. എന്നാൽ ഉയരം കുറവായതിനാൽ ജനക്കൂട്ടം നിമിത്തം അവന് കഴിഞ്ഞിട്ടില്ല. അവൻ ഉയരം കുറവാണ്, പൊക്കത്തിൽ കുറവായതുകൊണ്ട് യേശു പോകുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരും അനേക ജനങ്ങളും കൂടെ ഉണ്ടാകും. അപ്പം പൊക്കം കുറഞ്ഞവർക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. അപ്പം അവൻ്റെ അകത്തൊരു വിശ്വാസം, എന്ത് പറഞ്ഞാൽ ഇന്ന് എനിക്ക് യേശുവിനെ കണ്ടേ പറ്റത്തുള്ളൂ. ചില ആൾക്കാർ ഞങ്ങളുടെ സഭയിൽ കടന്നു വരുമ്പോൾ തന്നെ പറയും, ഇന്ന് ഞാൻ അത്ഭുതം കണ്ടിട്ടേ ഈ സഭയിൽ നിന്ന് ഇറങ്ങി പോകത്തുള്ളൂ. അങ്ങനെ പറഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ മക്കൾ തീർച്ചയായും ഞങ്ങളുടെ സഭയിൽ നിന്ന് കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിച്ചിട്ടേ അവർ തിരിച്ചു പോയിട്ടുള്ളൂ. ഹല്ലേലൂയ. അത് 2012 മുതൽ 25 വരെ ഇന്ന് വരെ വിശ്വാസമുള്ള മക്കൾ ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ടോ? ഇന്നെന്നെ നീ അനുഗ്രഹിക്കണം. എബേസ് പറയും, നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിശാലമാക്കി തരണമെന്ന് പറഞ്ഞതുപോലെ. ഹല്ലേലൂയ. എബേസ് ആഗ്രഹിച്ചു. പക്ഷേ പൊക്കം കുറവായതുകൊണ്ട് ജനങ്ങളെല്ലാം വരുമ്പോൾ സക്കായിക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് സക്കായി എന്ത് ചെയ്തെന്ന് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. അതിനാൽ ഉയരം കുറവായതിനാൽ ജനക്കൂട്ടം നിമിത്തം അവന് കഴിഞ്ഞിട്ടില്ല. അതിനാൽ അവൻ മുമ്പോട്ടോടി. അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തി മരത്തിന്മേൽ കയറി. എന്തെന്നാൽ യേശു അതുവഴി വരികയായിരുന്നു. ഹല്ലേലൂയ. അവൻ മുൻപോട്ടോടി. ബൈബിൾ പറയുന്നത്, നിരാശപ്പെട്ട് എനിക്ക് പൊക്കം കുറവാണ്, ഇത്രയും ജനങ്ങളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ യേശുവിനെ കാണാൻ പറ്റും, എനിക്കെന്തായാലും കാണാൻ പറ്റത്തില്ല, എൻ്റെ ജോലി തന്നെ ഞാൻ പിന്തുടരാം, ഞാൻ ചെയ്യുന്ന ജോലിയിൽ തന്നെ ഞാൻ മുഴുകിയിരിക്കാം എന്ന് ചിന്തിച്ചിട്ടില്ല. അവനൊരു വാശി, എനിക്കിത് കാണണം, എനിക്കിത് കേൾക്കണം, എനിക്കിത് അനുഭവിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ. ആഗ്രഹിച്ചാലേ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പറ്റത്തുള്ളൂ. നീ വിശ്വസിച്ചാലേ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പറ്റത്തുള്ളൂ. നീ ഒരു ബർത്തിയമായി, നീ ഒരു സക്കായി, നിന്റെ അകത്തൊരു വിശ്വാസം ഉണ്ടാകണം ദൈവ പൈതലേ. ഹല്ലേലൂയ. സക്കായി പിറകോട്ട് പിന്തിരിഞ്ഞു പോയിട്ടില്ല ദൈവമക്കളെ. സക്കായി മുൻപോട്ട് ഓടിയപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു കാട്ടത്തി മരം കണ്ടു. അവൻ ഉടനെ അതിൽ കയറി കാട്ടത്തി മരത്തിൻ്റെ മുകളിൽ കയറി നിന്നു. കാര്യം യേശു ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത്. യേശു വരുന്നതിന് മുൻപേ ഞാൻ മുൻപോട്ട് അങ്ങ് പോകും, എന്നിട്ട് ഞാൻ കാട്ടത്തി മരത്തിന്മേൽ കയറും. എല്ലാവരേക്കാളും നന്നായിട്ട് മരത്തിൻ്റെ മുകളിൽ നിൽക്കുന്നവൻ ആരെ കാണാം? യേശുവിനെ കാണാം. അവൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. അവൻ്റെ ആഗ്രഹം ദൈവം സാധിച്ചു കൊടുത്തോ എന്ന് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. അതിനാൽ അവൻ മുമ്പോട്ടോടി. അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തി മരമേൽ കയറി. എന്തെന്നാൽ യേശു അതുവഴി വരികയായിരുന്നു. യേശു ആ സ്ഥലത്തെത്തിയപ്പോൾ മുകളിലേക്ക് നോക്കി. അല്ലേ? എന്തിനാണ് യേശു മുകളിലോട്ട് നോക്കിയത്? യേശുവിനറിയാം, എന്നെ കാണേണ്ടവർ ആഗ്രഹത്തോട് വന്നിട്ടുണ്ടെങ്കിൽ യേശു അവരെ കാണും. 1000 പേരൊരു സഭയിൽ കടന്നു വന്നാലും നീ വിശ്വാസത്തിലാണോ സഭയിൽ വന്നത്? നീ ദൈവത്തെ ആരാധിക്കാനാണോ വന്നത്? നിന്റെ ആവശ്യങ്ങൾ അവിടെ നിൽക്കട്ടെ. നിന്റെ ആവശ്യങ്ങൾ ആരാധനയിലൂടെ ദൈവം നടത്തി തരും. ഹല്ലേലൂയ. പക്ഷെ നിന്റെ ആഗ്രഹം നീ ഇന്ന് കണ്ടിട്ടേ പോ.
ഇനി എന്തൊക്കെ വന്നാലും എനിക്ക് പലിശ പൈസ ഇന്ന് കിട്ടിയില്ലെങ്കിലും ഇന്ന് ഞാൻ യേശുവിനെ കാണും, ഇന്ന് ഞാൻ യേശുവിനെ ആരാധന കൊടുക്കും, ഇന്ന് യേശുവിൻ്റെ മഹത്വം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് പറഞ്ഞ് നീ നിൻ്റെ ഭവനത്തിൽ നിന്ന് ഈ ആരാധനയ്ക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സക്കായിയെ കണ്ട ദൈവം നിന്നെയും കാണും. യേശു ആ നിമിഷം ഈ ജനങ്ങളെല്ലാം കടന്നു വരുന്നു, കൂടെ ശിഷ്യന്മാരും ആൾക്കാരും ഒച്ചയും ബഹളമായിട്ടൊക്കെ കടന്നു വരുമ്പോൾ യേശു അവിടെ നിന്നു കാട്ടത്തി മരത്തിന്മേൽ കയറി. കാര്യം ഇത്രയും ജനങ്ങളിൽ എൻ്റെ കൂടെ വന്ന്, പക്ഷേ ഉള്ളത്തിൽ നിന്ന് ഒരുവൻ എന്നെ ആഗ്രഹിച്ച് കാണാനായിട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ആ സ്ഥലത്തെത്തിയപ്പോൾ മുകളിലേക്ക് നോക്കി, സക്കായി വേഗം ഇറങ്ങി വരിക, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഒരുപാട് ആൾക്കാർ യേശുവിൻ്റെ കൂടെ നടന്നവരാരോടും യേശു പറഞ്ഞിട്ടില്ല, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലാണ് പാർക്കാൻ പോകുന്നത്. വിശ്വാസത്തോടെ ആഗ്രഹിച്ചപ്പോൾ സക്കായിയോട് പറയാം, സക്കായി പെട്ടെന്ന് ആ കാട്ടത്തി മരത്തിന് ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലാണ് പാർക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അവൻ അതിവേഗം ഇറങ്ങി വന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ട് സന്തോഷത്തോടെ ദൈവത്തെ സ്വീകരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയം ദൈവത്തിനായിട്ട് തുറന്നു കൊടുക്കുകയാണെങ്കിൽ, ഈ യേശുവിനെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ വിഷയത്തിൻ്റെ മേലെ യേശു വരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നോ ആ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേലെ യേശുവിൻ്റെ കരം ചലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ഇന്ന് യേശുവിനെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കണം. നിങ്ങൾ പിറകോട്ട് നോക്കരുത്. പല ആൾക്കാരും പലതും പറയും, അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ എനിക്ക് കാണണം എൻ്റെ യേശുവിനെ, എൻ്റെ ഭവനം സ്വർഗം പോലെ ആയിത്തീരണം, നഷ്ടപ്പെട്ട സമാധാനം, നഷ്ടപ്പെട്ട സന്തോഷം എൻ്റെ ഭവനത്തിൽ തിരിച്ചു വരണം, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും, ഞാൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കും, എൻ്റെ യേശുവിനെ എനിക്ക് കാണണം. ഹല്ലേലൂയ. ഈ ഒരു വിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ തീർച്ചയായും നീ ആഗ്രഹിച്ചതുപോലെ നിൻ്റെ അടുക്കൽ യേശു വരും. ഹല്ലേലൂയ. നിനക്ക് മറുപടി തരാൻ യേശു വരും. ഇവിടെ പറയും, യേശു ആ സ്ഥലത്തെത്തിയപ്പോൾ മുകളിലേക്ക് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വരിക, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ അതിവേഗം ഇറങ്ങി വന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർക്കുവാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. ഇന്നും ലോകത്ത് ജനങ്ങൾ പിറുപിറുക്കുകയല്ലേ. ഇന്നും ജനങ്ങൾ അതുമാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യേശു അവരുടെ ഉള്ളത്തിൽ വാഴാൻ പറ്റാത്തത്. യേശുവിന് അവർ ഹൃദയം തുറന്നു കൊടുക്കുന്നില്ല. ദൈവമക്കളെ, ഇന്ന് ഞാൻ ദൈവത്തോട് നിങ്ങളോട് പറയുന്നത്, സക്കായിയെ പോലെ എല്ലാ ഭർത്തിമായിക്കുണ്ടായ ഒരു വിശ്വാസം, ആര് ഇതുവഴി പോകുന്നു, നസ്രായനായി യേശുവാണ് പോകുന്നത്. ആ യേശു എന്ന് കേട്ടപ്പോൾ അവൻ്റെ അകത്തൊരു വിശ്വാസം, ഈ യേശു കുരുടന് കാഴ്ച കൊടുത്തവനാണ്, എന്നാൽ എൻ്റെയും കണ്ണ് തുറക്കാൻ യേശു മതിയായവനാണ്. സക്കായി എല്ലാം മറന്ന്, പണവും പദവിയും പ്രശസ്തിയും എല്ലാം മറന്നിട്ട് സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ യേശു അവനെ കണ്ടു. ഇന്ന് നിങ്ങൾ എന്തിനാണ് യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നത്? അതൊരു ആരാധനയിലൂടെ ആയിരിക്കും. ദൈവമക്കളെ, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് സാധിച്ചു തരും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഈ 2024-25 ആദ്യമായിട്ടൊരു പാട്ട് എഴുതുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. അതൊരു 4 വരി പാട്ട് പാടിയിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ശക്തമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ മുൻപേ പറയാം, പാട്ടിൻ്റെ ശ്രുതിയും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് തരുന്ന നിയോഗത്താൽ ഞാൻ നിങ്ങളോട് പാടുന്നു. കൃപമഴ, പെരുമഴ, ശക്തിമഴ യേശുവിൻ നാമത്തിൽ പെയ്യട്ടെ. കൃപമഴ, പെരുമഴ, ശക്തിമഴ യേശുവിൻ നാമത്തിൽ പെയ്യട്ടെ. പെയ്യട്ടെ, മഴ പെയ്യട്ടെ, യേശുവിൻ നാമത്തിൽ പെയ്യട്ടെ. പെയ്യട്ടെ, മഴ പെയ്യട്ടെ, യേശുവിൻ നാമത്തിൽ പെയ്യട്ടെ. കത്തട്ടെ, തീ കത്തട്ടെ,
പാപക്കറകൾ കത്തട്ടെ, കത്തട്ടെ, തീ കത്തട്ടെ, പരിശുദ്ധ തീയാൽ കത്തട്ടെ, കൃപമഴ, പെരുമഴ, ശക്തിമഴ യേശുവിൻ നാമത്തിൽ പെയ്യട്ടെ. ഹല്ലേലൂയാ, 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 ആമേൻ. ആരാധന, 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 ആമേൻ. എത്ര പേർക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടെന്നറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഹൊറബ ശാന്ത നബഗ ദുഡാദറബബ, ഹൊറഖനബഗ ശകനബഗ ദുഡാദറബബ. നീ വചനം കേട്ട ഓരോ മക്കളെയും കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. ഒരു സക്കായിയെ പോലെ അങ്ങയെ കാണുവാൻ ആഗ്രഹിക്കുന്ന മക്കളെ കർത്താവ് കാണുമെന്ന് വിശ്വസിക്കുന്ന ഓരോ മക്കളും പിറകോട്ട് നോക്കാതെ, പിറകോട്ട് പോകാതെ, ദൈവത്തെ അറിഞ്ഞിട്ട് മുൻപോട്ട് തന്നെ വീണ്ടും വീണ്ടും കർത്താവിനെ കാണാനും കേൾക്കുവാനും മുൻപോട്ട് കുതിച്ചോടുവാൻ നിന്റെ മക്കൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധ ആത്മാവേ, നീ വചനം കേട്ട് ഈ വചനത്തിൽ വിശ്വസിച്ച് ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. അവരുടെ പ്രാർത്ഥനകളും അവരുടെ യാചനകളും അവിടുന്ന് ശ്രദ്ധിച്ച് അവർക്ക് മറുപടി കൊടുക്കുന്ന കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കൃപ അധികമധികമായി വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ മേലെ അഭിഷേകത്തിൻ്റെ കരം തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളും യേശുവിനെ കാണാൻ ആഗ്രഹിക്കട്ടെ. യേശു വിശ്വാസികളുടെ ദൈവമാണ് കർത്താവേ, വിശ്വസിക്കുന്ന മക്കളുടെ ദൈവമാണ് കർത്താവേ. യേശു യേശുവേ എന്ന് വിളിക്കുമ്പോൾ അത് യഹൂദനാണോ, അത് യവനനാണോ, അത് സ്ത്രീയാണോ, അത് പുരുഷനാണോ, അത് വാർദ്ധക്യമുള്ള മക്കളാണോ, കുഞ്ഞുങ്ങളാണോ, ഒന്നും നോക്കാതെ യേശുവേ എന്ന് ഹൃദയത്തിൽ നിന്ന് വിളിക്കുമ്പോൾ എൻ്റെ യേശു നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുപ്പ, ഇന്ന് ഈ വചനം സംസാരിക്കുവാൻ അവിടുന്ന് സഹായിച്ചതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നന്ദിയപ്പ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും ദൈവനാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. എല്ലാവരും യേശുവിനെ കാണുവാൻ അവരുടെ ആത്മകണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. കൃപയാൽ അവരെ നിർത്തണമേ. മഹത്വം അങ്ങ് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നന്ദിയപ്പ.